റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ളൊരു കോളിഫ്ലവർ എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും 3 കപ്പ് വെള്ളവും ഒഴിച്ച് തിളച്ച് വന്ന ശേഷം അതൊന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം സ്വല്പം വെള്ളം തിളച്ച് കൊടുത്ത് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഈ സെയിം എണ്ണയിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചറും 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്കും ചേർത്ത് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത ഒരു സവാളയും ഒരു ക്യാപ്സിക്കവും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും ഒക്കെ നന്നായി വാടി വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പെപ്പറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ മിക്സ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം തിള വരുന്ന ടൈമിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മല്ലിയിലയും വെതറിയാൽ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടോ.